ഗ്രാമം സജീവമാകുന്നത് അവിടുത്തെ കളിക്കളങ്ങളിലൂടെയാണ്. കൂട്ടുകൂടലും ഒത്തുചേരലും കഴിഞ്ഞ് കളങ്ങളെല്ലാം ശൂന്യമാകും. ഇന്നത്തെ കളിക്കളം തിരുവനന്തപുരം രൂപത തങ്ങളുടെ യുവജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മുടെ കാർണിവൽ. യുവജനങ്ങളുടെ കായിക സ്വപ്നങ്ങൾക്കൊപ്പം സഭ തന്നെ കൂട്ടിച്ചേരുന്ന കാഴ്ചകളിലേക്ക്. ലിഫ ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അസോസിയേഷനാണ്. ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങണമെന്നുള്ളൊരാഗ്രഹം എന്നിൽ അങ്കുരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നത് ആലുവ സെമിനാരിൽ പഠിക്കുമ്പോൾ തന്നെ പൊതുവേ ഗെയിംസിനോടൊക്കെ ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. ബാസ്കറ്റ് ബോൾ പ്ലെയറായിട്ട് എൻ്റെ തന്നെ ക്ലാസ്മേറ്റായിട്ടുള്ളൊരു അച്ഛൻ വടക്കേക്കുളം ഫിലിപ്പ്, അദ്ദേഹം പിൽക്കാലത്ത് റഫറി ടെസ്റ്റൊക്കെ എഴുതി ഓൾ ഇന്ത്യ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഉയർന്ന ഒരു വ്യക്തിത്വമാണ്. കളി ഒരർത്ഥത്തിലൊരു കാര്യമാകുന്ന അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയായി മാറുന്ന ഒരു പശ്ചാത്തലമാണ് എൻ്റെ മനസ്സിലാദ്യം വന്നത്. ഓച്ചാന ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ കളി മാത്രമല്ല, കളിക്കുള്ളിലൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഒരർത്ഥത്തിൽ ഗെയിംസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഗെയിംസ് മാത്രമല്ല, സ്പോർട്സ് ഉൾപ്പെടെ. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയതുറ ഇടവക സ്വദേശിയാണ്. അവിടെ ഞങ്ങൾക്ക് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഏതാണ്ട് 125 വർഷമുള്ള ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്. ഇന്ന് തീരശോഷണം കാരണം ആ കോർട്ടൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും പഴമയുടെ ആളുകൾ ഇതേപ്പറ്റി ബാധോരാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ ചെറുപ്പക്കാർ ആ കോർട്ടിലൂടെ ദേശീയ തലത്തിൽ വരെ കളിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തീരപ്രദേശത്ത് പൊതുവെ നാം ഇന്ന് കാണുന്നത് ഒത്തിരിയേറെ വ്യക്തികൾ ഫുട്ബോളിൽ മികവ് കാട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണെന്ന് കണ്ട് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് കൊടുത്താൽ ഇതിനേക്കാളും പ്രാഗൽഭ്യമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ജോയ്സി മാത്യു എന്നുള്ള ഞങ്ങളുടെ തന്നെ രൂപതയിലൊരു അച്ഛൻ ഇപ്പോൾ അയിരൂർ ഇടവക വികാരിയാണ്. അദ്ദേഹം റഫറി ടെസ്റ്റൊക്കെ പാസ്സായി നല്ലൊരു കോച്ചായി മാറുന്നതും ഞാൻ കണ്ടു. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ചിന്തയിലേക്ക് എന്നെ കടത്തിവിട്ടത്. ഒരു പരിധിവരെ ഈ തുടക്കക്കാരൻ അദ്ദേഹമാണെന്ന് വേണം പറയാൻ. ഞാനൊരു സഹായിയായി നിലകൊണ്ടു. രൂപതയുമായി ബന്ധപ്പെടുത്തി സൂസപാക്യം ബിഷപ്പിൻ്റെ അനുവാദത്തോടുകൂടി ഈ സംരംഭം തുടങ്ങാൻ അത് സഹായകരമായി. മറ്റ് 2 വ്യക്തികൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് റീഗൻ എന്ന ഒരു ചെറുപ്പക്കാരനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും തീരദേശത്തെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആജീവനാന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർബന്ധപൂർവമായ നീക്കങ്ങളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് വേണം പറയാൻ. ഒപ്പം ഞങ്ങൾക്ക് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കോച്ച് ക്ലിയോഫാസുമുണ്ട്. ഇവർ 2 പേരും ഒപ്പം ജോയ്സി മാത്യു അച്ഛൻ്റെയും കൂടുന്ന ഒരു ടീമാണ് വാസ്തവത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ചത്. നമ്മുടെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഫുട്ബോൾ അക്കാഡമി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളം ആയി. കാരണം 2008 മുതൽ ഇതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു രൂപത. അപ്പോൾ അതിന് പ്രകാരം ഞാൻ ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ആവശ്യം രൂപതയെ അറിയിക്കുകയും രൂപത അത് ഓൺ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ തീരപ്രദേശത്ത് കുട്ടികൾ കടപ്പുറമുണ്ടായിരുന്ന സമയത്ത് നിരന്തരമായിട്ട് കളിക്കുകയും തീരപ്രദേശത്ത് കളിക്കുകയും അത് കളിച്ച് വീടുകളിൽ പോവുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ആ കുട്ടികളെ മുന്നിലോട്ട് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശ്രമം, വളരെ പരിമിതമായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്ന് വന്നിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടികളെ നമ്മുടെ തന്നെ ഈ ആധ്യാത്മിക
രൂപതയ്ക്ക് അകത്ത് നിർത്തിക്കൊണ്ട് ഈ കുട്ടികളെ ഒന്ന് മുൻപിലോട്ട് കൊണ്ടുവന്നുകൂടാ എന്നുള്ള ഒരു ആശയമാണ് ഈ അക്കാഡമി ഓൺ ചെയ്യുവാനായിട്ട് ഇടയാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്ട് നമ്മുടെ തന്നെ രൂപതയിൽ ഒരു 27 പാരിഷുകളിൽ ആദ്യ തവണ അക്കാഡമി ഓൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ പാരിഷുകളിലായിരുന്ന അക്കാഡമിയിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചുകളെ നമ്മൾ നൽകുകയും പാരിഷിൽ തന്നെ അവിടെ കോച്ചിങ് നടക്കുകയും അതിൽ നിന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി രൂപതയിലേക്ക് കൊണ്ടുവന്ന് രൂപത അത് ഒരു അക്കാഡമിയായിട്ട്, ഒരു തനതായിട്ടുള്ള ഒരു അക്കാഡമിയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തത് കുട്ടികളെ പാരിഷിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തുടങ്ങുന്ന അക്കാഡമി വളരെ ബൃഹത്തായിട്ടുള്ള ഒരു അക്കാഡമി എന്ന് വേണം പറയാനായിട്ട്. കാരണം ആധ്യാത്മികതയും ഈ സ്പോർട്സുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. കാരണം വൈകുന്നേരങ്ങളിൽ കുട്ടികളെല്ലാം ഒരുമിച്ച് വരികയും ചില ചെറിയ അവിടുത്തെ വികാരിമാരുടെ പ്രാർത്ഥനയോടുകൂടിയും മറ്റും അതുപോലെ തന്നെ ഈ ആധ്യാത്മികതയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പാരിഷിലെ തന്നെ അംഗങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളുകയും ഇതിനകത്ത് ഉൾപ്പെടുകയും ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ഇവരെ കളിക്കുവാനായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഒരു ചെറു കൂട്ടായ്മയോടുകൂടി പിരിയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, മിക്കവാറും പള്ളികളുടെ അടുത്ത് തന്നെ ഗ്രൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന മാത്രയിൽ തന്നെ അവിടുത്തെ വികാരി അച്ഛന്മാർ ഈ കുട്ടികളുടെ പഠനവും അതുപോലെ ഇവരുടെ മറ്റ് ആക്ടിവിറ്റീസുകളെല്ലാം നോക്കിക്കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. അതിന് ഫലമായിട്ട് കുട്ടികളും പള്ളിയുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളും മറ്റ് ആധ്യാത്മിക നേതൃത്വത്തിലുള്ള വ്യക്തികളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുകയും അതേസമയം തന്നെ അവരുടെ ഇഷ്ടത്തിലുള്ള ഒരു സ്പോർട്സ് ആ ഏജിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം അത് നൽകുകയും ചെയ്യുവാനായിട്ട് സാധിച്ചു രൂപതയ്ക്ക്. അപ്പോൾ അങ്ങനെ ഓരോ പാരിഷും ഇനിഷ്യേറ്റ് ചെയ്തു. അതിന് പ്രകാരം നമ്മൾ ഇങ്ങനെ ഒരു തനതായിട്ടുള്ള ഒരു അക്കാഡമി രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. നമുക്ക് വേണ്ടി 1968 അവന് കളിക്കാൻ വേണ്ടി നമുക്ക് തന്ന സ്ഥലമാണ് ഈ സ്ഥലം. പള്ളിയും വായനശാലയും ഒരുമിച്ച് അവർക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല. പള്ളിയും ഫുൾ സപ്പോർട്ടാണ് അവർക്ക്. നമ്മളെ കുട്ടികൾ കളിച്ച് വളരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ ഗ്രൗണ്ട് ഫുൾ ഗ്രൗണ്ട് ആക്കണമെന്നുള്ള ഒരു ആശയം നമ്മളുടെ പൂർവികന്മാരുടെ പരിശ്രമമാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരുടെ നിന്നൊക്കെ പൈസകളൊക്കെ പിരിച്ച് പിന്നെ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ പൈസ കളക്ട് ചെയ്ത് ആണ് ഈ ഫുൾ ഗ്രൗണ്ട് ആക്കിയത്. നമ്മളെ ഇവിടെ കളിച്ച് വളർന്ന പിള്ളേർ പിന്നെ കുവൈറ്റിൽ നമുക്ക് ടീമുണ്ട്, ഇവിടുത്തെ ടീം പുത്തൻതോപ്പ് ടീമുണ്ട്. അവിടെ നിന്ന് തന്നെ ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ പോയി കളിക്കുന്നുണ്ട് പിള്ളേർ. അവിടുത്തെ ടീമിൽ നിന്ന് പോയി കളിക്കുന്നുണ്ട്, ക്ലബിൽ നിന്ന് പോയി പല സ്ഥലത്തും കളിക്കുന്നുണ്ട്. ചില ടീമുകൾ കൊണ്ടുവരുന്ന തന്നെ അച്ഛന്മാരാണ് കൊണ്ടുവരുന്നത്. അവർക്ക് അത്രയും അവർ 5 അംഗ ടീം, അവിടെയും ഒരു 5 അംഗ ടീമിന് ഒരു അച്ഛനാണ് കൊണ്ടുവരുന്നത്. ഇവിടെ സെൻറ് ആൻഡ്രൂസിൽ നിന്നും വേളിയിൽ നിന്നും അവിടെ നിന്ന് അച്ഛൻ പിള്ളേർ ഇതാക്കി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ സാംസ്കാരികവും ദൈവശാസ്ത്രപരമായ പൈതൃകം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കായികത്തിന് കത്തോലിക്ക സഭ നല്ല പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. 2018 ജൂൺ 1 ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ പ്രഖ്യാപിച്ച പ്രമാണരേഖയിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്: ഒരുവനിൽ നല്ലത് കണ്ടെത്തുവാൻ, നല്ലത് നൽകുവാൻ എന്ന രേഖയിൽ കുഞ്ഞുങ്ങൾ അപ്പനോട് ഒരുമിച്ച് കളിക്കുമ്പോൾ, മാതാപിതാക്കൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിക്കുമ്പോൾ, കുട്ടികൾ പാർക്കിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ, ഒരു കുട്ടി ഒരു ടീമിൻ്റെ ഒപ്പം ഒരുമിച്ച് പരിശീലനം നടത്തി കളിക്കുമ്പോൾ അവിടെ ഒരു ഐക്യത്തിൻ്റെ പൂവണിയുകയാണെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഇതിനെ ശരിയെന്ന രീതിയിൽ സഭയോടൊപ്പം ചേർന്നുകൊണ്ട് തിരുവനന്തപുരം അതിരൂപത ലിറ്റിൽ ഫോർ ഫുട്ബോൾ അക്കാഡമി എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുകയായിരുന്നു. 2015 ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ
തിരുവനന്തപുരം അതിരൂപതയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ദർശനങ്ങളും ഉണ്ടായിരുന്നു. കാഴ്ചപ്പാടെന്ന് പറയുന്നത് തീരദേശത്തിലുള്ള കുഞ്ഞുങ്ങളെ കായികപരമായിട്ടും ഏറെ പ്രധാനമായിട്ടും ഫുട്ബോൾ പരമായിട്ടും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ എടുത്ത് അവർക്ക് നല്ല രീതിയിൽ ചിട്ടയായ പരിശീലനം നൽകി അവർക്ക് ദേശീയതലത്തിൽ കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. തിരുവനന്തപുരം അതിരൂപതയുടെ തീരദേശത്തെ നാം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഹൃദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, സംസ്ഥാന തലത്തും ദേശീയ സ്ഥലത്തും ഒത്തിരി കായിക താരങ്ങളെ സംഭാവന ചെയ്ത ഒരു രൂപത തന്നെയാണ് തിരുവനന്തപുരം അതിരൂപത. തുടക്കം നിലയിൽ ഞാനന്ന് പേട്ടയിടവക വികാരിയായിരുന്നു. അവിടെ ഈ രംഗത്ത് നിൽക്കുന്ന ഓരോ ടീമിനെയും ഞങ്ങൾ വിളിച്ചു കൂട്ടി. കോച്ചസ് എന്നുള്ള നിലയിൽ തീരപ്രദേശത്തുള്ളവരെയും റഫറീസായിട്ടും മാനേജേഴ്സായിട്ടും പ്രഗത്ഭരായ ബെൻ ആൻ്റണി പോലുള്ള സന്തോഷ് ട്രോഫിക്ക് ക്യാപ്റ്റനായിരുന്ന ബെൻ ആൻ്റണി പോലുള്ളവരെല്ലാം ഈ പ്രക്രിയയുടെ ഭാഗമായി. ഞങ്ങൾ ഏതാണ്ട് ഒരു 40ഓളം മീറ്റിംഗ് കൂടി. എല്ലാവരെയും ഈ ആശയത്തിലേക്ക് കൊണ്ടുവരാനും വളരെ ഇൻഫോർമലായിട്ടായിരുന്നെങ്കിലും ഒരു 4 മണിക്ക് കൂടിയാൽ 8 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിമേടയിൽ തന്നെ ആ ചെറിയ സൗകര്യത്തിൽ 20-30 പേരൊക്കെ ചിലപ്പോഴുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഞങ്ങളൊരു ഇതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടത് സഹകാരികളായി മാറാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ നിന്നാണ് വാസ്തവത്തിൽ ആദ്യത്തെ ചുവടുവയ്പ് ഞങ്ങൾ വയ്ക്കുന്നത്. ഓരോ ഇടവകയിലും കുട്ടികളുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവരെ പരിശീലിപ്പിക്കാനും പരസ്പരം മനസ്സിലാക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഞങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ താല്പര്യം രൂപതയിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് ഒരു സ്ഥാപനം എന്നുള്ള ഒരു അക്കാഡമി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. 2 വർഷത്തെ നിരന്തരമായ ഈ വർത്തമാനം ഞങ്ങളെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സൂസപാക്യം ബിഷപ്പിനെ സമീപിക്കുകയും ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സന്നദ്ധമാവുകയും ചെയ്തു. പിതാവിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടി. അതിനുശേഷം ഇത് ഔദ്യോഗിക സ്ഥാപനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇന്നത്തെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അദ്ദേഹമാണ് ഈ പേര് നൽകിയത്, ലിഫ എന്ന പേര് നൽകിയത്. തിരുവനന്തപുരം അതിരൂപതയുടെ തീരദേശ മേഖലയിൽ ഏതാണ്ട് 80ഓളം മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളുണ്ട്. 75 കിലോമീറ്ററിലായിട്ട് നീണ്ടുകിടക്കുന്ന ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ഫുട്ബോളിലൂടെ ഒരു ഭാവി കണ്ടെത്താം എന്നുള്ള വലിയ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിരൂപത ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാഡമിക്ക് 2015 രൂപം നൽകിയത്. ഇതിലൂടെ ഇവരുടെ സ്വഭാവ രൂപീകരണം, കളിയുടെ പരിശീലനം, അവരുടെ അക്കാദമിക ശിക്ഷണം, ഇതിലൂടെ ഭാവിക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, നല്ല സഭയ്ക്ക് വേണ്ടി നല്ല വ്യക്തികളെ വാർത്തെടുക്കുക, അവരുടെ കുടുംബത്തിനും നാടിനും അഭിമാനമുണർത്തുന്ന വ്യക്തികളായിട്ട് അവരെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യ പ്രവേശനത്തിനായിട്ട് ഏതാണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട്. ലാഡർ കപ്പ് എന്ന പേരിലാണ് ഞങ്ങളത് പേരിട്ടിരിക്കുന്നത്. ലിഫയിൽ ഇപ്പോൾ 5 ബാച്ചിലായിട്ട് 66 കുട്ടികളാണ് നിലവിലുള്ളത്. ലിഫയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ലാഡർ കപ്പ് വഴിയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുക. തിരുവനന്തപുരം അതിരൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ 4 സോണിലായിട്ട്
ലാഡർ കപ്പ് ടൂർണമെൻറ്റ് പങ്കെടുപ്പിച്ച് അതിൽ നിന്നും 400 കുട്ടികളിൽ നിന്നും 50 പേരെ സെലക്ട് ചെയ്യപ്പെട്ടു. അവർക്ക് ഒരാഴ്ച ക്യാമ്പിട്ട് അതിൽ നിന്ന് പ്രഗത്ഭരായ 15-20 അടങ്ങുന്ന കുട്ടികളെ എടുത്തുകൊണ്ടാണ് ഒരു ബാച്ചിന് രൂപകൽപ്പന നൽകുന്നത്. 2 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ ലാഡർ കപ്പ് ടൂർണമെൻറ്റ് നടത്തപ്പെടുക. ഇങ്ങനെയാണ് 5 ബാച്ചിലായിട്ട് 66 കുട്ടികൾ ഇന്ന് ലിഫ അക്കാഡമിയിൽ അവരുടെ തുടർ പഠനം നടത്തുകയാണ്. പൂർണ്ണമായിട്ടും ആരോഗ്യപരമായിട്ടും ഭക്ഷണപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ ജീവിതത്തിൽ വളർച്ചകൾ ഉണ്ടാകുവാൻ, ഏറെ പ്രധാനമായിട്ടും സമൂഹത്തോടും വിശ്വാസത്തോടും കൂടെ വളരുവാനുള്ള ഒരു വിളനിലമായിട്ട് ഇന്ന് ലിഫ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വർഷവും 20 കുട്ടികളെ വീതം എടുത്തുകൊണ്ടുള്ള 8 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചിന് 8 വർഷത്തെ പരിശീലനമാണ് നൽകുക. അക്കാദമിക പരിശീലനത്തോടൊപ്പം പ്രധാനമായിട്ടും മൂന്നിൽ നൽകുന്നത് അവരുടെ ഗെയിമിൻ്റെ പരിശീലനം തന്നെയാണ്. അതിനായിട്ട് AFC കോച്ചസിനെയാണ് നിയമിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസോട് കൂടിയ ലൈസൻസോട് കൂടിയ ടെക്നിക്കൽ ഡയറക്ടർ, B ലൈസൻസോട് കൂടിയ കോച്ചസ്, ഇവരെ കൊണ്ടുള്ള പരിശീലനത്തിലൂടെ ഉന്നതമായിട്ടുള്ള തലങ്ങളിലോട്ട് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ടാലൻറ്റ് കണ്ടെത്തി എന്നുള്ളതാണ്. ടാലൻറ്റ് കണ്ടെത്തുക മാത്രമല്ല, ഇതിലൂടെ അവർക്ക് അഭിലഷണീയമായിട്ടുള്ള ജോലി കണ്ടെത്തുവാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വേണം കരുതുവാനായിട്ട്. അപ്പോൾ അവർ കളിക്കാൻ പോകുന്ന മേഖലകളിലെല്ലാം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് അവർ ചെയ്യുന്നത് കൊണ്ട് ആ സ്പോർട്സിലൂടെ അവർക്ക് ലഭിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് കൈവരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 2008 മുതലേ ഇതിൻ്റെ ഒരു 3 വർഷത്തോളം ഞാൻ ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-50ഓളം മീറ്റിങ്ങുകൾ മാതാപിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടും അല്ലാതെ തന്നെ വൈദികരുടെ ഗണത്തിലും ഒഫീഷ്യൽസിൻ്റെ ഗണത്തിലും ഒക്കെ കൂടി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇപ്രകാരം ഒരു മൂവിലേക്ക് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിജയം കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ തീരപ്രദേശത്ത് നിന്ന് വന്ന ധാരാളം മുതിർന്ന കളിക്കാരുണ്ട്. അവരുടെ തന്നെ ടൈമും എനർജിയും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള കാര്യങ്ങൾ മുൻപിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്സിലൂടെ പുതിയൊരു മേഖലയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ആധ്യാത്മികതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആധ്യാത്മികത തീർച്ചയായിട്ടും ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു മേഖലയാണെങ്കിൽ, ശാരീരികമായിട്ടുള്ള ഒരു മേഖലയ്ക്കകത്ത് സ്പോർട്സ് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയ്ക്കാണ് ഈ ഫുട്ബോൾ അക്കാഡമി നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റ് നീന്തൽ പോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ തന്നെ ഈ ദേശത്ത് ഉണ്ട്. അപ്പോൾ കടലായിരുന്നാലും കായലായിരുന്നാലും നമുക്ക് ദൈവം കനിഞ്ഞ് പ്രകൃതിദത്തമായ ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ അതിനകത്തും കൂടി ഭാവിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ഭാവി ഭാസുരമാക്കുവാനായിട്ട് ഇവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കവേ തന്നെ ഇപ്പോഴ് ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് ഐ ലീഗ് അല്ലാതെയുള്ള ബാക്കി മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നു. അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഐ ലീഗ് ഉടനെ തന്നെ ഐ ലീഗിനകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്നതാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്ലസ് പോയിന്റ്, ഈ ഒരു അക്കാഡമി മുന്നിൽ കണ്ടുകൊണ്ട് ധാരാളം അക്കാഡമീസ് മറ്റ് ഇതര സ്ഥലങ്ങളിൽ ഓൺ ചെയ്യുന്നുണ്ട്. കാരണം രൂപതയിൽ വന്ന് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇന്ത്യക്കകത്ത് മറ്റ് സ്റ്റേറ്റുകളിലോ മറ്റ്
പ്രൊഫഷണൽ ജോബുകളിലൊക്കെ എത്തിപ്പെടുവാനുള്ള ഒരു മാർഗമായിട്ട് ഇത് കാണുകയും മറ്റു ചില അഡ്മിഷൻസൊക്കെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ടയിലെ അഡ്മിഷൻസൊക്കെ മേടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തുറവി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാവി ഭാസുരമാക്കുവാനായിട്ട് ഒരു മേഖലയായിട്ട് സ്പോർട്സ് ഇന്ന് രൂപത കാണുന്നുണ്ട്. എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു പ്രത്യേകതയാണ്. നമ്മുടെ രൂപതയെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളെ അപേക്ഷിച്ച് ഇതൊരു ആരും കൈവയ്ക്കാത്ത, മറ്റ് രൂപതകളിലൊക്കെ എന്നല്ല, വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും മറ്റ് ദേശങ്ങളിൽ കാണാത്ത ചില മേഖലകൾ കൂടിയാണ് ഇത്. അപ്പോൾ അത് ടേസ്റ്റ് കണ്ട് നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉള്ളവർ കുട്ടികളെ വാർത്തെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു മേഖലയായിട്ട് കടന്നു വരും എന്നുള്ളത് തന്നെയാണ്. ലിഫ തുടങ്ങിയത് മുതൽ തീരദേശ ക്ലബ്ബുകൾക്കും തീരദേശത്തുള്ള കുട്ടികൾക്കും ഒരു പുതിയൊരു ഉണർവ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ തന്നെ ഒരു കുട്ടി 19 വയസ്സിലെ കുട്ടി ഇപ്പോൾ സാബ് ഗെയിംസിൽ കപ്പ് നേടുകയുണ്ടായി. അത് ലിഫയുടെ ഒരു ഇതാണ്. അപ്പോൾ ഈ തീരദേശ ക്ലബ്ബുകൾക്ക് ലിഫ വന്നപ്പോൾ നല്ലൊരു സംഘടനാശേഷിയും അതിലൂടെ നമുക്ക് ലിഫയ്ക്ക് നല്ല കുട്ടികളെ എടുക്കാനും അത് ബ്ലാസ്റ്റേഴ്സിനും അതല്ലാതെ മറ്റ് ക്ലബ്ബുകളും നമ്മുടെ കുട്ടികളെ നോട്ടയിടുന്നുണ്ട്. പേരൻസ് ഇതിലോട്ട് വരാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രോസസ്സ് വരുമ്പോൾ 300, 400, 500 കുട്ടികളാണ് ഇതിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് വരുന്നത്. അതിൽ നമ്മൾ 10, 15 പേരെയായിരിക്കും എടുക്കുന്നത് ഓരോ വർഷവും. അപ്പം അത്രയും നല്ല രീതിക്ക് പേരൻസും നാട്ടുകാരും എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. രൂപതയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുട്ടികളുടെ പഠിത്തം, താമസം, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മളൊരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ മാത്രം ഇവിടെ കുട്ടികളുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട്. വിൽഫ്രഡ് അച്ഛനാണ് ഇതിൻ്റെ ഡയറക്ടർ. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആൻഡോ ബൈജു അച്ഛൻ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 5 വർഷത്തിന് മുമ്പ് നെറ്റോ പിതാവായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ്. അന്നേരം നമ്മൾ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് നടത്തി. അപ്പോഴീ പിതാവ് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ആ സമയത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടത്തിയത്. ഡൽഹിയിലെ മുതൽ ബാക്കി ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ ടീമുകളെയും പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് താമസ സൗകര്യവും ഫുഡെല്ലാം കൊടുത്ത് ആണ് ആ ടൂർണമെൻറ്റ് കളിപ്പിച്ച് അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും 2 കാറ്റഗറിയും ലിഫയുടെ കുട്ടികളാണ് വിൻ ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട്.